ഹലോ കൂട്ടുകാരെ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനാണ്. ഡൗട്ട്സായിട്ട് കമൻറ്റിൽ വന്ന ചോദ്യങ്ങളുടെ ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഞാൻ ഹീലാവുന്നുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും മാം? ഹൗ ടു നോ ഇഫ് ഐ ആം റിയലി ഹീലിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു എനർജീൻ്റെ അനുസരിച്ച് ഇത് വളരെ ഇനിഷ്യൽ ലെവലിലുള്ള ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഒരു അവേക്കനിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിലായിരിക്കും നമ്മളിങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്. സ്പിരിച്വാലിറ്റിയിലാണെങ്കിൽ, അതിപ്പം ട്വിൻ ഫ്ലെയിം ജേർണി ആണെങ്കിലും ഏതൊരു സ്പിരിച്വൽ ജേർണി ആണെങ്കിലും നമ്മളുടെ എക്സ്പീരിയൻസുകളാണ് നമ്മൾക്കിവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ലോജിക്കൽ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഞാൻ ഹീലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ ലോജിക്കലേ ഉള്ള നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യനിങ് ആപ്ലിക്കബിലിറ്റി വരികയാണ്. അതായത് മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യം. വേറാസ് നമ്മൾ ഹീലിംഗ് തുടർന്നുകൊണ്ടേ പോവുകയാണ്. അതായത് ഹീൽ ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മളത് ഒരു ക്വസ്റ്റ്യനിങ്ങോ ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ മനസ്സിലാക്കുക നമ്മൾ ഹീലാവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഈ കൺഫ്യൂഷൻ വരുന്നത് നമ്മൾ ഹീലാവുന്നുണ്ടോ എന്നുള്ളത് എന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി കൂടുമ്പോഴാണ് അതിനെ മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഹീലിംഗ് നടക്കുമ്പോൾ ഇതിലെങ്ങനെ മനസ്സിലാക്കാം? നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം നമ്മൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ട്രിഗേഴ്സ് കൂടും. ഒറ്റയടിക്ക് നമ്മൾ പീസ്ഫുൾ എനർജിയിലേക്ക് വരാറില്ല. ഇതിനു മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഇട്ട ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ലോവർ എനർജിയിൽ നിന്നും ഒറ്റയടിക്ക് ഹയർ എനർജിയിലേക്ക് വരാറില്ല. നമ്മൾ ആ ഒരു ന്യൂട്രൽ എനർജിയിലേക്കായിരിക്കും വരുന്നത്. അപ്പം ഈ ഹീലിംഗ് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റിവിറ്റീനെ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസിനെ, ലോവർ വൈബ്രേഷനെ നമ്മൾ ഹീൽ ചെയ്യാൻ തുടങ്ങും, ക്ലെൻസ് ചെയ്യാൻ തുടങ്ങും, ക്ലിയർ ചെയ്യാൻ തുടങ്ങും. ഈ ഒരു സമയത്ത് എനർജി മിസ്മാച്ച് ആവും. അതിപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളവരുമായിട്ടാവാം, നമ്മൾ ജോലി ചെയ്യുന്നിടത്താവാം, നമ്മൾ പഠിക്കാൻ പോകുന്നിടത്താവാം. അതായത് നമ്മളുടെ ആ ഒരു ലോകത്തിൽ നിൽക്കുന്ന മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു എനർജീൻ്റെ ആക്ടിവേഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഹീലിങ്ങിലേക്ക് വരുന്നത്. ഹീലിങ്ങിലേക്ക് വന്ന് ഹീൽ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് എനർജി മിസ്മാച്ച് ആകുമ്പോഴത്തേക്ക് നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഫിയർ ബേസ്ഡ് ആയിട്ട് എനർജീസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഫിയേഴ്സ്, ഇൻസെക്യൂരിറ്റീസിലേക്ക് കൂടുതലായിട്ട് ട്രിഗേഴ്സ് കിട്ടും. അപ്പോൾ പിന്നെയും പേർജിങ് നടക്കും. ഇവിടെ ഈ ക്ലെൻസിങ് നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ പീസ്ഫുൾ എനർജിയിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം, നമ്മൾ ഹീലിംഗ് നടക്കുമ്പോൾ ഇനീഷ്യൽ ഡേയ്സിലാണെങ്കിൽ നമ്മൾക്ക് കാർമിക് ട്രിഗേഴ്സ് കൂടും. പല കാര്യങ്ങളും നമ്മളുടെ ട്രൂത്ത് അല്ലാത്ത കാര്യങ്ങൾ ആദ്യം ട്രിഗർ ചെയ്യും നമ്മളെ. അടുത്തതായിട്ട് നമ്മളൊരു മിഡ് സ്റ്റേജ്, അതായത് ഹീലിംഗ് ഒക്കെ അവയർനെസ്സിൽ ശരിക്കും ഇരിക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അവിടേക്ക് വരുമ്പോഴത്തേക്ക് കാർമിക് ക്ലിയറൻസസ് നടക്കും. പീസ്ഫുൾ എനർജിയിൽ മിക്കപ്പോഴും ഇരിക്കാൻ പറ്റും. ഇതിപ്പം മിക്കപ്പോഴും എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, എനർജി എപ്പോഴും ഒരു എനർജി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് എനർജിയിൽ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഒരിക്കലും എനർജി ഇരിക്കാറില്ല. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടായിരിക്കും എനർജി വരുന്നത്. സോ ഇടയ്ക്കൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള ഇഷ്യൂസ് സർഫേസിൽ വരുമെങ്കിലും അവയർനെസ്സിൽ ഇരുന്നു കൊണ്ട് അതിനെ ഹീലാക്കാനും അല്ലെങ്കിൽ ആ ഒരു ബാലൻസ്ഡ് വേയിൽ പോകാനായിട്ട് നമുക്ക് പറ്റും. ആൻഡ് എല്ലായ്പ്പോഴും ഹീലിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഹീലിങ്ങിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ട്രിഗേഴ്സ് കിട്ടുമ്പോഴും ലോ എനർജിയിൽ പോകുമ്പോഴും പേർജിങ്ങിൽ ഇരിക്കുമ്പോഴും നമ്മളുടെ ഇൻറ്റൻഷൻ ഹീലിംഗ് ആണ് വെക്കുന്നതെങ്കിൽ ഡിവൈനായിട്ട് അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ആ ഹീലിങ്ങിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഡൗട്ടിൻ്റെ ആവശ്യമില്ല, ഹീലാവുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. പിന്നെ പലപ്പോഴും നമ്മൾ സിമിലർ ലൂപ്സ്, സെയിം ലൂപ്സിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അടുത്തൊരു ഡൗട്ട് കണ്ടിരുന്നത്, ഡി എഫ് റണ്ണർ, അതായത് ഫെമിനൈൻ എനർജി റണ്ണറും ഡി എം ചേസറുമായാൽ ഡി എമ്മിന് വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇനിയൊരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാൻ തോന്നുന്നു. അതായത് ഡി എഫിന് വരുന്ന പ്രോബ്ലവും കൂടെ പറയാം. അതായത് എപ്പോഴും ചേസറായിട്ടിരിക്കുന്ന ഫെമിനൈൻ എനർജി ഇടയ്ക്കൊക്കെ റണ്ണർ ആവാറുണ്ട് ഈ ജേർണിയിൽ. അങ്ങനെ ആകുമ്പം ഡി എമ്മിന് ഉള്ള പ്രോബ്ലംസ് എന്തായിരിക്കും, ആ റണ്ണർ ആവുന്നത് കൊണ്ട് ഡി എഫിന് വരുന്ന പ്രോബ്ലംസ് എന്തായിരിക്കും, ഈ രണ്ട് കാര്യങ്ങളും പറയാം. ആദ്യത്തേത്, ഈ ജേർണിയിൽ ഹീലിങ്ങിൽ കുറേ മുമ്പ് വന്ന് കഴിയുമ്പോൾ
അവെയർനെസ്സിൽ ഇരുന്ന് കഴിയുമ്പോൾ മസ്കുലൈൻ എനർജി തരുന്ന ട്രിഗേഴ്സിൽ ഫെഡപ്പ് ആയി കഴിയുമ്പം അവിടെ ഹീലിംഗ് ആണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയാലും നമ്മൾ ഇടയ്ക്കൊരു ഈഗോ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഈഗോ, സ്പിരിച്വൽ ഈഗോ എന്ന് പറയാം നമുക്ക്. അല്ലെങ്കിൽ ഞാനിനിയും ഓപ്പോസിറ്റിൽ എൻ്റെ കൗണ്ടർ പാർട്ടിനെ എൻ്റെ ലൈഫിലേക്ക് അലോ ചെയ്യില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ട്വിൻ ഫ്ലെയിം ജേർണി വേണ്ട എന്ന് പറയുന്നവരുണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ. അല്ലെങ്കിൽ എനിക്ക് ജേർണി വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഈ ജേർണി വേണം പക്ഷേ എൻ്റെ കൗണ്ടർ പാർട്ടിനെ വേണ്ട. ഇങ്ങനെയൊക്കെ ഉള്ള പല പല തോട്ട് പാറ്റേൺ വരുമ്പോഴാണ് ശരിക്കും DF റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ജേർണിയിൽ നിന്നാവാം, കൗണ്ടർ പാർട്ടിൽ നിന്നാവാം. അപ്പോൾ ജേർണിയിൽ നിന്നും റണ്ണായാൽ എന്താണ് പ്രശ്നം അത് പറയാം ആദ്യം. ജേർണിയിൽ നിന്നും DF റണ്ണാവുമ്പോൾ ആക്ച്വലി ഈ ജേർണീനെ നമുക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല. ബിക്കോസ് ഈ ഒരു ജന്മം എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ജേർണിയിലാണ്. ഇത് ഡിവൈൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഭഗവാന്റെ കയ്യിലാണ്, നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല. ഈവൻ ഡേ ടു ഡേ ലൈഫിൽ പോലും നമ്മൾ എത്ര ഓർഗനൈസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് 3D ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങളെ ചെയ്യണമെന്ന് പറഞ്ഞാലും പോലും നമ്മൾ ഹീലായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹീലിങ്ങിൽ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് പറ്റത്തില്ല. അത്രത്തോളം ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ഒരു ജേർണിയാണിത്. അപ്പോൾ അങ്ങനെയുള്ള ജേർണിയിൽ നമ്മളുടെ സോൾ ഇൻകാർണേഷന് മുൻപ് പറഞ്ഞിരിക്കുന്ന സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ച് നമുക്ക് ഇതിലൂടെ കടന്നു പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ ജേർണി വേണ്ടാന്ന് വെക്കുന്ന സമയത്താണ് അവരുടെ ലൈഫിൽ പിന്നെയും ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ വരുന്നത്. അതായത് മേ ബി ചുറ്റുമുള്ള കാർമിക്സിൽ നിന്നും തന്നെ ഹെവിലി ട്രിഗേഴ്സ് കിട്ടാം, അല്ലെങ്കിൽ ഉള്ള ജോലിയിലൊക്കെ പ്രശ്നങ്ങൾ. അതായത് ഏത് കാര്യത്തിലേക്ക് അറ്റാച്ച് ആയിട്ടാണോ ഈ DF ഇതിനെ വേണ്ടാന്ന് വെക്കുന്നത്, ആ ഒരു കാര്യത്തെ DFന് അവരുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റും ഡിവൈനായിട്ട്. ഇനി ഏത് കാര്യത്തെ നഷ്ടപ്പെടുമെന്ന ഒരു ഫിയർ കൊണ്ടാണ് ഇപ്പം പലപ്പോഴും ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ ഹീലിങ്ങിൽ വരും എന്ന് കഴിയുമ്പം കാർമിക് പാർട്ട്നേഴ്സുമായിട്ട് ഒരു സെപ്പറേഷൻ വരാറുണ്ട്. ഇതൊരു ഫിയറാണ് DFൻ്റെ എങ്കിൽ ആ ഒരു ഫിയറിൽ തന്നെ ഡിവൈൻ ട്രിഗർ ചെയ്ത് നമ്മൾക്ക് പെയിൻ തരും. ഇത് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്കൊരു ജേർണി വേണ്ടാന്ന് പറയുമ്പോൾ ഉള്ള നമ്മൾ ഗോ ത്രൂ ആവുന്ന ഒരു പ്രോസസ്സാണിത്. അടുത്തതായിട്ട് ഈ പറഞ്ഞ പോലെ കൗണ്ടർ പാർട്ടിൻ്റെ ട്രിഗേഴ്സ് കിട്ടുമ്പോൾ അവർ വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ 3Dയിൽ എന്ന് പറഞ്ഞാൽ തേർഡ് ഡയമെൻഷനിൽ ആ ബോഡിയിലിരിക്കുന്നവരുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷനിലിരിക്കില്ല, അല്ലെങ്കിൽ അവർ വന്ന് ട്രിഗർ തരുന്നു എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുകയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ടായിരിക്കാം. സ്വാഭാവികമാണ്. കാരണം നമ്മളും ഹ്യൂമൻ ബോഡിയിലായതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉള്ളിലത്തെ അൺഹീൽഡ് വേർഷൻ സർഫേസിൽ വരുമ്പോൾ അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് ഇത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എഗെയിൻ ബ്ലോക്ക് ചെയ്യുകയും കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1-2-3 ദിവസമൊക്കെ വളരെ ഒരു ഈഗോ ബേസ്ഡ് എനർജിയിലൊക്കെ ഞാനിപ്പം റിലാക്സ്ഡ് ആണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പിന്നെയും ആ ഒരു 4th-5th ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ലീപ്ലെസ് നൈറ്റ്സ്, ഒരു റെസ്റ്റ്ലെസ്നെസ് ഒക്കെ തോന്നും. കാരണം നമ്മൾ ഈ നമ്മുടെ കൗണ്ടർ പാർട്ടുമായിട്ട് എനർജറ്റിക്കലി ടൈഡാണ്. പുൾ ആൻഡ് പുഷ് എന്ന് പറയുന്നത് വെളിയിലത്തെ ഒരു ബോഡിയിലുള്ള നമ്മുടെ കൗണ്ടർ പാർട്ടുമായിട്ട് ഉള്ള റിഫ്ലക്ഷൻ, അതായത് നമ്മുടെ ഉള്ളിലത്തെ എനർജിയുടെ റിഫ്ലക്ഷൻ മാത്രമാണ് വെളിയിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. അത് റണ്ണറാണെങ്കിലും ചേസറാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരിക്കലും ആ ഒരു കാര്യത്തിൽ നിന്ന് അവരെ നമ്മളുടെ ലൈഫിൽ വേണ്ട 3Dയിലെന്ന് ആലോചിക്കുമ്പോഴൊക്കെ അതൊരു പെയിനായിട്ട് വരാൻ നമുക്ക് പിന്നെയും റെസ്റ്റ്ലെസ്നെസ്, ആങ്സൈറ്റി ഇഷ്യൂസ്, ഇൻസെക്യൂരിറ്റീസ് ഒക്കെയും നമ്മൾ ഹീലാക്കി എന്ന് വിചാരിച്ച കാര്യങ്ങൾ നമ്മളുടെ സർഫേസിൽ വരും. ഇതിൻ്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ DF ഈ പറഞ്ഞ പോലെ അവരുടെ അൺഹീൽഡ് ആയിട്ടുള്ള വേർഷനിൽ നിന്നും റൺ ചെയ്യുകയാണ്. ഫെമിനൈൻ എനർജി അല്ലെങ്കിൽ ആദ്യം അവേക്കൻ ആവുന്ന ആ ഒരു ട്വിന്നിൻ്റെ ആദ്യത്തെ കടമ എന്ന് പറയുന്നത് അവരുടെ ഹോൾനെസ്സിൽ വരിക എന്നാണ്. അതായത് ആ ഒരു കംപ്ലീറ്റ്നെസ്സിൽ വരിക. ആ അൺഹീൽഡ് ആയിട്ടുള്ള അവരുടെ ആ ഒരു പാസ്റ്റിലെ അവരുടെ സോളിൻ്റെ ഓരോ അംശങ്ങളെയും അവരിലേക്ക് അവർ ലയിപ്പിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. സോ ഇവിടെ എഗെയിൻ റൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ DMൽ നിന്നല്ല അവർ റൺ ചെയ്യുന്നത്, അവരുടെ ഓൺ ഷാഡോസിൽ നിന്നാണ്. സോ ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ
ഓബിയസ്ലി ഡിവൈൻ ഇൻ്റർവെൻഷൻ ഇവിടെ നടക്കും. നമുക്ക് അതുവരെ ഒരു അബൻഡൻസിലൊക്കെയാണ്, അതുവരെ ഹീലിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പോയ കാർമിക്സിൻ്റെ രൂപത്തിൽ നമ്മുടെ ലൈഫിൽ വന്നിട്ട് പിന്നെയും ട്രിഗർ തരാനായിട്ട് ഡിവൈനായിട്ട് അവിടെ ഒരു റോൾ പ്ലേ ചെയ്യുമെന്നുള്ളതാണ് കറക്റ്റായ ഒരു കാര്യം. ഇതും തെറ്റല്ല ആക്ച്വലി. ഇവിടെയും എന്തെങ്കിലും ലെസൺസ് ഉള്ളപ്പോൾ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഡി എം ചേസർ ആകുമ്പോൾ ആക്ച്വലി ഇതായിരുന്നു ക്വസ്റ്റ്യൻ അവരുടെ. ഡി എം ചേസർ ആകുമ്പോൾ ഡി എമ്മിനുള്ള ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും? ഡി എം എപ്പോഴാണ് ചേസർ ആവുന്നതെന്ന് പറഞ്ഞാൽ ഡി എഫ് റൺ ചെയ്യുമ്പോഴത്തേക്ക് ഡി എം ചേസർ ആവും. കാരണം ഈ ഒരു എനർജറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് പുൾ ആൻഡ് പുഷിൻ്റെയാണ്, ബാലൻസ്ഡ് എനർജി അല്ലാത്തപ്പോൾ ഷെയ്ഡ് എനർജറ്റിക് ഫീൽഡിൽ. അപ്പോൾ ഇവിടെ ചേസ് ചെയ്യുമ്പോൾ ആദ്യത്തെ കാര്യം മനസ്സിലാക്കുക, ഇതൊരു ഡിവൈൻ എനർജിയിലുള്ള ഒരു ചേസിങ് അല്ല. അതായത് ബാലൻസ്ഡ് ആയിട്ടല്ല എനർജി ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ അതൊരു ഡിസ്റ്റോർട്ടഡ് എനർജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവർ പലപ്പോഴും ഒരു സെൽഫ് വർത്ത് ഇഷ്യൂസിലൊക്കെ നിന്ന് ഒരു മെസ്സേജ് അയക്കുകയോ ഒരു കോണ്ടാക്റ്റിൽ വരികയോ ഒക്കെ ചെയ്യാം ഈ സമയത്ത്. എഗെയിൻ അവരുടെ ലൈഫിലും ദ സെയിം വേ റെസ്റ്റ്ലെസ്നെസ് ഫീൽ ആവാം, ഒരു ഡ്രെയിൻഡ് ഔട്ടായിട്ട് ഫീൽ ആവും അവർ. അതായത് ഡി എഫിൻ്റെ എനർജി കിട്ടാത്തപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രെയിൻഡ് ഔട്ടായിട്ട് ഫീൽ ആവുകയും ആ ഒരു എനർജിക്ക് വേണ്ടിയാണ് ശരിക്കും ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ നിൽക്കുമ്പം ഡി എഫിനെ ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഡി എം റണ്ണറായാലും ഡി എഫ് റണ്ണറായാലും ആ ഒരു ട്വിൻ ഫ്ലെയിം ഡൈനമിക്കിൽ അതൊരു ഹെൽത്തി കണക്ഷൻ അല്ല, ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക്, അല്ലെങ്കിൽ അതൊരു 3D ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോഴും 5Dയിൽ നോക്കുമ്പോഴും അതൊരു ഹെൽത്തി ഡൈനമിക്സിലല്ല ആ ഒരു എനർജറ്റിക് ഫീൽഡെന്ന് മനസ്സിലാക്കുക. അപ്പോൾ രണ്ട് സൈഡിലും അത് പിന്നെയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എക്സ്റ്റേണൽ വേൾഡിലേക്ക് അത് റിഫ്ലക്റ്റ് ആവുകയുള്ളൂ, മാനിഫെസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. അടുത്തൊരു സജഷൻ വന്നിരുന്നത് ഇടയ്ക്കൊക്കെ കളക്റ്റീവ് എനർജീസ് അപ്ഡേറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ദ സജഷന് താങ്ക് യു. പക്ഷേ ആക്ച്വലി ഫുൾ മൂണും ന്യൂ മൂണും പോലും അത് ഇൻഡ്യൂട്ടീവ്ലി തോന്നുകയാണെങ്കിൽ മാത്രമേ അത് അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ, എനർജി അപ്ഡേറ്റ്സ്. അതും ഹെവിയായ എനർജീസ് ആണെങ്കിൽ മാത്രമേ. അതിൻ്റെ കാരണമുണ്ട്, നമ്മൾ എനർജി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കളക്റ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു കളക്റ്റീവ് എനർജിയിൽ 100% റെസൊനേറ്റ് ആവുന്ന ഒരാൾ കാണും, അല്ലെങ്കിൽ 5 പേര് കാണും, 500 പേര് കാണും, നമുക്കറിയില്ല. അത് ഡിവൈൻ ആർക്കാണോ അത് ചാനലാക്കി തരുന്നത് അവിടെ വരെ അത് കൊടുക്കും. പക്ഷേ ഈ ഇടയ്ക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ നമ്മൾ ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. പക്ഷേ വെളിയിലത്തെ എനർജീസ് അപ്ഡേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളുടെ നോട്ടം അല്ലെങ്കിൽ നമ്മളുടെ ധ്യാനം, നമ്മളുടെ തോട്ട്, നമ്മളുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ ആ ഒരു എനർജി അപ്ഡേറ്റിലേക്ക് മാറും. അതുകൊണ്ടാണ് അത് ഇടാൻ തോന്നാത്തതായിരിക്കും, അത് ഇടാറില്ല. അങ്ങനെ എന്തെങ്കിലും ഡിവൈൻ്റെ ഒരു ഗൈഡൻസ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. താങ്ക് യു. ഇനി അടുത്തതായിട്ട് ഹൗ ടു ഹീൽ ദ പൊസസീവ്നെസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. സോ പൊസസീവ്നെസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു അറ്റൻഷൻ സീക്കിംഗ് കൈൻഡ് ഓഫ് തിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നമുക്ക് കുഞ്ഞിലേ തൊട്ടേ ആ ഒരു അറ്റൻഷൻ കിട്ടാത്ത, ശ്രദ്ധ കിട്ടാത്ത കുട്ടിക്കാലം ഉണ്ടെങ്കിൽ, ബേസിക്കായിട്ട് സൈക്കോളജിക്കലി നമ്മളുടെ കുട്ടിക്കാലത്ത് നമുക്ക് അത്രയും അറ്റൻഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ആ ഒരു പൊസസീവ്നെസ് വരും. അതിൽ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലെ വലിയ കുട്ടിയായിരുന്നായിരിക്കും മൂത്ത ആൾ, രണ്ടാമത്തെ കുട്ടി ജനിക്കുമ്പോഴത്തേക്ക് ഈ കുഞ്ഞിന് അത്ര ഒരു ശ്രദ്ധ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത്ര നാളും കൊടുത്തിരുന്ന ഒരു ശ്രദ്ധ ആ കുഞ്ഞിലേക്ക് പോകുമ്പോൾ ആ കുഞ്ഞു മനസ്സ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അതായത് ആ ഒരു പൊസസീവ്നെസ്സിലേക്ക് വരികയാണ് അച്ഛനോടോ അമ്മയോടോ ഒക്കെ. ഇത് തന്നെയായിരിക്കും റിപ്പീറ്റഡ് പാറ്റേൺ ആയിട്ട്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, റിപ്പീറ്റഡ് പാറ്റേൺ ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. ആദ്യത്തെ കാര്യം, പൊസസീവ്നെസ് എവിടെ തൊട്ടാണ് ലൈഫിൽ തുടങ്ങിയത്, ഈ ഒരു ലൈഫ് ടൈമിൽ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് തന്നെയായിരിക്കും 90% പൊസസീവ്നെസ്സിൻ്റെയും റൂട്ട് കോസ് എന്ന് പറയുന്നത്. ആ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് ഈ പൊസസീവ്നെസ് വരുന്ന ഏതൊക്കെ കാര്യങ്ങൾ കറൻറ്റ് ലൈഫിലുണ്ട്, അതായത് ഒരു പേനയും പേപ്പറും എടുക്കുക, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇടയ്ക്കൂടെ ഒരു വര വരയ്ക്കാവുന്നതാണ്. 1 2 3 4 എന്ന് ജസ്റ്റ് നമ്പറിങ് ചെയ്യുക.
ആദ്യത്തേത് എനിക്ക് പൊസസീവ്നെസ് ഇന്ന ആളോടുണ്ടെന്ന് എഴുതുക. ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ റീസൺ എഴുതുക. അടുത്തതായിട്ട് എനിക്ക് ഈ ഒരു വസ്തുവിനോട് പൊസസീവ്നെസ് ഉണ്ടെന്ന് എഴുതുക. മേ ബി കുട്ടിക്കാലത്ത് തൊട്ടുള്ള ഡ്രസ്സുകളോട് കുറച്ച് ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു പൊസസീവ്നെസ് തോന്നാറുണ്ട്. മറ്റുള്ളവർ ഒന്ന് ടച്ച് ചെയ്താൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം. അതിൻ്റെ ഒരു റീസൺ എഴുതുക. ഓക്കെ, അങ്ങനെ എത്ര കാര്യങ്ങൾ ഈ ഒരു നിമിഷം എന്നിൽ പൊസസീവ്നെസ്സിൻ്റെ രൂപത്തിൽ ലോവർ എനർജിയിൽ കിടപ്പുണ്ട്. ഒരു 5 എണ്ണം കിട്ടുമായിരിക്കും, 10 എണ്ണം കിട്ടുമായിരിക്കും, അല്ലെ 2 എണ്ണമേ ഉള്ളൂ. ആ പേപ്പറിൻ്റെ പുറകുവശത്തായിട്ട് പിന്നെയും ആ നമ്പർ 1ൻ്റെ റീസൺ, ഇപ്പോൾ എനിക്ക് എൻ്റെ അമ്മയോട് പൊസസീവ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനോടുണ്ട്, എൻ്റെ ഗേൾ ഫ്രണ്ടിനോടുണ്ട്, എൻ്റെ DM-നോടുണ്ട്, എൻ്റെ DF-നോടുണ്ട്. അതിൻ്റെ റീസൺ എവിടെയാണ്? ജേർണലിംഗ് ചെയ്യുക. കാരണം പൊസസീവ്നെസ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്നർ ചൈൽഡ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്യൂ ആയി കിടക്കുന്നത്. സോ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് ഹീൽ ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളതും എഫക്റ്റീവായിട്ടുള്ളതും ആയ ഒരു ഉപാധിയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ജേർണലിംഗ് എഴുതുന്നതിൻ്റെ കൂടെ ഇങ്ങനെ കാറ്റഗറൈസേഷനായിട്ട്, അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞ് ആ പെർട്ടിക്കുലർ കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് ആ ഒരു കോർ റീസണിലേക്ക് കണക്റ്റായി നമ്മുടെ ലോവർ സെൽഫിനെ ഹീൽ ചെയ്ത് നമ്മളിലേക്ക് മേർജ് ചെയ്ത് നമുക്ക് ആ കാര്യങ്ങളെ പതിയെ ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ഇതിൽ നിങ്ങൾക്ക് മിറർ എക്സസൈസ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇന്നയാളോട് പൊസസീവ്നെസ് ഉണ്ട്, അപ്പോൾ എനിക്ക് എന്നോട് പൊസസീവ്നെസ് ഉണ്ട്. ശരിക്കും നമ്മളോടൊരു പൊസസീവ്നെസ് അല്ല നമുക്ക് വരേണ്ടത്, നമ്മളോടൊരു സെൽഫ് ലവ് ആണ് വരേണ്ടത്, അല്ലേ? എവിടെയൊക്കെയാണ് എനിക്ക് ആ ഒരു പൊസസീവ്നെസ് എൻ്റെ എനർജറ്റിക് ഫീൽഡിൽ റിഫ്ലക്റ്റ് ആയതെന്നുള്ളത് എഴുതുക. അടുത്തതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഇതേ കാറ്റഗറിയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതി കത്തിച്ച് കളയുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻസ് കിട്ടിയിരുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ഷെയർ ചെയ്യാവുന്നതാണ്, ലൈക്ക് ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ആകാശിക് റെക്കോർഡ്സിൻ്റെ ഫസ്റ്റ് ലെവൽ ക്ലാസ്സസ് വന്നിട്ട് ഒക്ടോബർ 10th തൊട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ മണിരേഖയുടെ സെക്കൻഡ് ലെവൽ, അതായത് ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആയവർക്ക് സെക്കൻഡ് ലെവൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണത്. അവർക്കും ജോയിൻ ആവാവുന്നതാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക്. അത് ഒക്ടോബർ 3rd വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.